ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. വളരെ സന്തോഷത്തോടെയാണ് അലീന രോഹിത്തിനെ സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നാൽ സ്റ്റാൻലിയുടെ ഒരൊറ്റ ചോദ്യത്തിൽ ആ സന്തോഷമെല്ലാം മങ്ങിപ്പോയി. രോഹിത്തിനെ കണ്ടതും നീ ആ പീഡന കേസിലെ പ്രതിയല്ലേ എന്നാണ് സ്റ്റാൻലി ആദ്യമായി ചോദിച്ചത്. രോഹിത്തിന് അത് മുഖത്തടിയേറ്റതുപോലെയായി. അലീനയുടെ മുഖവും വിളറി. അല്പം സമയം അവിടെ നിന്നതിനു ശേഷം അലീന രോഹിത്തിനെയും കൂട്ടി മുറി വിട്ടുപോയി. ഇടനാഴിയിലേക്ക് കടക്കുമ്പോഴേക്കും രോഹിത്തിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. രോഹിത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അലീന പറയുകയാണ്, സാരില്ലടാ, പപ്പയ്ക്കിന്ന് മൂഡ് ശരിയല്ലെന്നാ തോന്നുന്നേ. തോട്ടത്തിൽ വെച്ച് ആരെങ്കിലും പപ്പയെ ദേഷ്യം പിടിപ്പിച്ചു കാണും. പപ്പയ്ക്ക് ചെറിയ കാര്യം മതി. ഇപ്പൊ തന്നെ കണ്ടില്ലേ സോഡ തണുത്തില്ലെന്ന് പറഞ്ഞ് ആൻഡപ്പൻ ചേട്ടൻ്റെ അടുത്ത് വഴക്കിന് പോകുന്നത്. എന്നോടും ചിലപ്പോൾ ഇങ്ങനെ തന്നെയാ. അപ്പൊ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നത് അലീന ചേച്ചിയുടെ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പപ്പയെ കാണാനല്ലല്ലോ നീ വന്നത്, എന്നെ കാണാനല്ലേ? പപ്പ ഇപ്പം ദേഷ്യപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഒന്നും നടന്നിട്ടില്ലാത്ത മട്ടിൽ സംസാരിക്കും. അതാ പപ്പയുടെ പ്രകൃതം. നീ അതൊന്നും കാര്യമാക്കണ്ട. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ അവതക്കുട്ടിച്ചായനും സ്റ്റാൻലിയും ഊണ് കഴിക്കുന്നതിനായി ഡൈനിങ് റൂമിലെത്തി. അലീന ഭക്ഷണം എല്ലാം വിളമ്പി. അവരോടൊപ്പം രോഹിത്തിനെയും വിളിച്ചിരുത്തി. ഊണുമേശയിൽ വെച്ചും സ്റ്റാൻലി രോഹിത്തിനോട് സംസാരിക്കാതെ അകലം പാലിച്ചു. പക്ഷേ അലീന അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഉച്ചയൂണിന് ശേഷം TV കണ്ടുകൊണ്ട് അലീനയും രോഹിത്തും മുറിയിൽ തന്നെയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവന് വീടും പരിസരമെല്ലാം അവൾ തന്നെ കാണിച്ചു കൊടുത്തു. നായ്ക്കൾക്ക് അവൾ രോഹിത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ അനിയനാ, അവനെ ഉപദ്രവിക്കരുത് കേട്ടോ. തുടർന്ന് അവൾ പ്രാവിൻകൂട്ടിനരികിലെത്തിയപ്പോൾ പ്രാവുകളെല്ലാം അവൾക്ക് ചുറ്റും പറന്നിറങ്ങി. അവൾ അവരോടും പറഞ്ഞു, ഇതെൻ്റെ അനുജനാണ് കേട്ടോ. അവൾ എല്ലായിടത്തും അവനെയും കൊണ്ട് നടന്നു. ബൈജുവിനും രാജപ്പനും അവനെ പരിചയപ്പെടുത്തി കൊടുത്തു. അലീന അവനെയും കൊണ്ട് സന്തോഷത്തോടെ ചുറ്റി നടക്കുന്നത് ജനലിൽ കൂടി സ്റ്റാൻലി കണ്ടു. കുറച്ചു സമയം അത് നോക്കി നിന്നതിന് ശേഷം അയാൾ അവതക്കുട്ടിച്ചായനെ വിളിച്ച് അലീനയെ വിളിപ്പിച്ചു. അലീന സ്റ്റാൻലിയുടെ മുറിയിലെത്തി. സ്റ്റാൻലി അല്പം ഗൗരവത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, അവനെന്ന് തിരിച്ചു പോകുന്നില്ലേ? ആരാ പപ്പ, രോഹിത്താണോ? ആ, അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മേനുവിൻ്റെ മകൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവൻ നാളെ പോവുള്ളൂ പപ്പ. ഇന്ന് പോയാലും അവിടെ തിരിച്ചെത്തൂലോ. ഇപ്പം 3 മണിയല്ലേ ആയിട്ടുള്ളൂ. അവൻ ഒരു ദിവസം ഇവിടെ താമസിച്ചാൽ എന്താ പപ്പ? അതിൻ്റെ ആവശ്യം എന്താണ്? കാണണമെന്ന് തോന്നി, വന്നു, കണ്ടു, ഇനി പോയിക്കൂടെ? അവൻ എൻ്റെ അനിയനല്ലേ പപ്പ. അതെന്താ പപ്പ ഓർക്കാത്തത്? അതൊക്കെ ഒരു ബന്ധമാണോ അലീന? വേറെ ഏതോ ഒരു ഫാമിലി, വേറെ ഏതോ ഒരു റിലീജിയൻ, മറ്റൊരു കൾച്ചർ. അതുകൊണ്ട് നീ ഇതൊക്കെ വിട്ടുകളയണം. അത്രയും കേട്ടപ്പോഴേക്കും അലീന സ്റ്റാൻലിയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അങ്ങനെ നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? കഴിഞ്ഞ 23 വർഷക്കാലം ഞാൻ കഴിച്ചത് ഒരു അനാഥാലയത്തിലെ ചോറാ. പല വീടുകളിൽ നിന്ന് കിട്ടിയ പഴയ ഉടുപ്പുകളായിരുന്നു എൻ്റെ വേഷം. അന്നൊന്നുമില്ലാത്ത ബന്ധങ്ങൾ ഇനി എനിക്കെന്തിനാ? അന്നൊന്നും കിട്ടാത്ത സ്നേഹവും ലാളനയും സുഖസൗകര്യങ്ങളും ഇന്നെന്തിനാ പപ്പ എനിക്ക്? വേണമെങ്കിൽ എനിക്ക് അങ്ങനെയും വിചാരിച്ചൂടെ? ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് എൻ്റെ പപ്പയുടെ സ്നേഹം കിട്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഒരുപാട് വൈകി കിട്ടിയ സ്നേഹമായതുകൊണ്ട് ഞാൻ അതിന് വലിയ വിലയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അനുജൻ്റെ സ്നേഹവും. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാ ഞങ്ങൾ 2 പേരും. എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവനിവിടെ വന്നത്. അതും എനിക്ക് വൈകി കിട്ടിയ സ്നേഹമാണ്. പപ്പ എതിർത്താ എനിക്ക് അവനോടുള്ള സ്നേഹം ഇല്ലാണ്ടാവോ? ഒരിക്കലുമില്ല. എനിക്ക് എൻ്റെ സഹോദരങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ജീവനെ പോലെ. സ്റ്റാൻലി ഒറ്റ നിമിഷം കൊണ്ട് സ്തബ്ധനായിപ്പോയി. അലീനയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ പെട്ടെന്ന് പറയുകയാണ്, ഞാനതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. അവനിന്നിവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ല പപ്പ, ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പപ്പ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് പോലുമില്ല. അവനോട് സംസാരിച്ചില്ല, പേര് പോലും ചോദിച്ചില്ല. പകരം പെൺവാണിഭ കേസിലെ പ്രതിയല്ലേന്ന് ചോദിച്ചു. അതിനേക്കാൾ ഭേദം അവൻ്റെ മുഖത്തടിക്കുന്നതായിരുന്നു. പപ്പയുടെ വീടായതുകൊണ്ട് പപ്പയ്ക്ക് എന്തുമാകാം. ഇറക്കി വിടാം, പോകാൻ പറയാം. പക്ഷേ ഞാനുണ്ടവന്. ഞാൻ അവനെ ആശ്വസിപ്പിക്കും പപ്പ. ഈ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നിന്ന അവതക്കുട്ടിച്ചായൻ്റെ ഭയം ലാലിച്ചനിപ്പോൾ അലീനയോട് പൊട്ടിത്തെറിക്കുമോ എന്നായിരുന്നു. കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് അലീന പറയുകയാണ്, ഞാൻ ഇനി പോയിക്കോട്ടെ പപ്പ. സ്റ്റാൻലി വെറുതെ തലയാട്ടി. അലീന പെട്ടെന്ന് മുറിവിട്ട് ഇറങ്ങിപ്പോയി. സ്റ്റാൻലി അവതക്കുട്ടിച്ചായനെ നോക്കി. അവതക്കുട്ടിച്ചായനാണെങ്കിൽ താൻ ഇതിലില്ലേ എന്ന മട്ടിൽ കൈ മലർത്തി കാണിച്ചു. രാത്രി അത്താഴം വിളമ്പി ഊണുമേശയിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നു അലീന. രോഹിത്ത് കുളിച്ചു വന്ന് മുറിയിലിരുന്ന് TV കാണുകയാണ്. ആ സമയത്ത് പിമ്പിൽ ഒരു കാലച്ച കേട്ടുകൊണ്ട് രോഹിത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്രതീക്ഷിതമായി പിന്നിൽ നിൽക്കുന്നു സ്റ്റാൻലി. സ്റ്റാൻലിയെ കണ്ടതും രോഹിത്ത് ചാടി എഴുന്നേറ്റു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഭക്ഷണം കഴിക്കണ്ടേ? തന്നോടാണോ ചോദിക്കുന്നതെന്ന് അറിയാൻ രോഹിത്ത് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി. അവിടെ എങ്ങും വേറെ ആരുമില്ല. അപ്പോൾ തന്നോട് തന്നെ. വീണ്ടും സ്റ്റാൻലി ചോദിക്കുകയാണ്, അതോ നീ ഭക്ഷണം കഴിച്ചോ? രോഹിത്തിനിത് കേട്ടപ്പോൾ ഒരത്ഭുതമാണ് തോന്നിയത്. താൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും തന്നോട് ഒരക്ഷരം പോലും മിണ്ടാത്ത ആളാ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. അവൻ ഉടനെ മറുപടി പറഞ്ഞു, കഴിച്ചിട്ടില്ല. എന്നാ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. സ്റ്റാൻലി അവനെ ഡൈനിങ് റൂമിലേക്ക് ക്ഷണിച്ചു. അല്പം സംശയിച്ചാണ് രോഹിത്ത് സ്റ്റാൻലിയുടെ പിന്നിൽ പോയത്. സ്റ്റാൻലിയും രോഹിത്തും ഒരുമിച്ച് വരുന്ന കണ്ട് അലീനയ്ക്ക് അത്ഭുതമാണ് തോന്നിയത്. അവൾക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ സ്റ്റാൻലി ആണെങ്കിൽ അലീനയോടൊന്നും മിണ്ടിയില്ല. പപ്പ അല്പം പരിഭവത്തിലാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അത്താഴത്തിന് ശേഷം രോഹിത്ത് മെല്ലെ കിച്ചണിലേക്ക് നീങ്ങി. അവൻ അലീനോട് പറയുകയാണ്, അലീന ചേച്ചിയുടെ പപ്പ എന്നോട് സംസാരിച്ചു കേട്ടോ.
ആണോ? എന്ത് സംസാരിച്ചു? എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മുറിയിൽ വന്ന് വിളിച്ചു. അലീന വിസ്മയത്തോടു കൂടി അവനെ നോക്കി. നീ ഒരു കാര്യം ചെയ്, മുറിയിൽ പോയിരുന്ന ടി വി കണ്ടോ? ഞാൻ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. നിനക്ക് കിടക്കാനുള്ള മുറി ഞാൻ വന്നിട്ട് ശരിയാക്കി തരാം കേട്ടോ. അത് കേട്ട് രോഹിത് തിരിച്ചുപോയി. അലീന പണികളെല്ലാം ഒതുക്കി മുറിയിലെത്തിയപ്പോൾ രോഹിത് അവിടെയില്ല. അവൾ എല്ലാവിടെയും അവനെ തിരഞ്ഞു, എങ്ങും കണ്ടില്ല. ഒടുക്കം ആൻഡപ്പനാണ് അവളോട് പറയുന്നത് രോഹിത്തിനെ കേണൽ സാബ് വിളിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. അത് കേട്ടപ്പോൾ അവൾക്കൊരു ജിജ്ഞാസയാണ് തോന്നിയത്. അലീന സ്റ്റാൻലിയുടെ മുറിയുടെ വാതിൽക്ക് പോയി നോക്കി. അവിടെ കണ്ട കാഴ്ച അവളെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. പപ്പയും രോഹിത്തും കൂടി ചെസ്സ് കളിക്കുന്നു. വല്യപ്പച്ചൻ കാഴ്ചക്കാരനായിട്ട് അടുത്തിരിപ്പുണ്ട്. നിറ കണ്ണുകളോടെ അലീന അല്പനേരം ആ കാഴ്ച നോക്കി നിന്നു. മത്സരത്തിൽ ജയിച്ചത് സ്റ്റാൻലി ആയിരുന്നു. എങ്കിലും രോഹിത്തിന് കൈ കൊടുത്തുകൊണ്ട് സ്റ്റാൻലി പറയുകയാണ്, നീയും നന്നായി കളിച്ചു കേട്ടോ. സ്റ്റാൻലിയുടെ അഭിനന്ദനം രോഹിത്തിന് വല്ലാത്ത സന്തോഷമുണ്ടാക്കി. ആ, നീ പോയി കിടന്നു, ഇനി നമുക്ക് രാവിലെ കാണാം. രോഹിത്തിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേറ്റു. അലീന രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോന്നു. മുറിയിലെത്തിയപ്പോൾ രോഹിത്ത് പറയുകയാണ്, അലീന ചേച്ചിയുടെ പപ്പ ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. എന്നോട് കുറേ സംസാരിച്ചു. എവിടെയാ പഠിക്കുന്നത്, ഏത് കോഴ്സിനാ എന്നൊക്കെ ചോദിച്ചു. പപ്പയാ എന്നെ വന്ന് വിളിച്ചത് ചെസ്സ് കളിക്കാനായിട്ട്. അലീന അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് മൂളിക്കൊണ്ടേയിരുന്നു. രോഹിത്താണെങ്കിൽ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കം അലീന പറഞ്ഞു, എന്നാ നീ കിടന്നോ, ഇനി നമുക്ക് രാവിലെ സംസാരിക്കാം. ഇല്ല, എനിക്കിന്ന് ഉറങ്ങണ്ട. എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാനുണ്ട്. നാളെ എനിക്ക് തിരിച്ചു പോണ്ടേ. ഓ അങ്ങനെയാണോ? എന്നാ ശരി, ഞാനിപ്പോൾ വരാവേ. അതും പറഞ്ഞുകൊണ്ട് അലീന മുറി വിട്ടിറങ്ങി. നേരെ ചെന്നത് സ്റ്റാൻലിയുടെ മുറിയിലേക്കാ. പപ്പ എപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ? എന്തിന്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്. അത് കഴിഞ്ഞില്ലേ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി പപ്പ, ഞാൻ പപ്പയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എനിക്കപ്പോൾ അങ്ങനെ പറയാൻ തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നീയാണ് ശരി. സ്റ്റാൻലി അലീനയുടെ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. അത് അലീനയ്ക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഞാൻ സോറി പറഞ്ഞല്ലോ പപ്പ, പിന്നെ എന്തിനാ? പപ്പയുടെ പിണക്കം മാറിയിട്ടില്ല. എനിക്ക് മുഖം കണ്ടാലറിയാം. എനിക്ക് കിടക്കാൻ സമയമായി, വാതിലടയ്ക്കണം. അലീന അല്പനേരം ദയനീയ ഭാവത്തോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. ശേഷം പിന്തിരിഞ്ഞു നടന്ന് മുറിയുടെ വാതിലടച്ചു. അലീന പോയതോടെ സ്റ്റാൻലിക്ക് എന്തോ അസ്വസ്ഥത പോലെ തോന്നി. താൻ തൻ്റെ മോളോട് ഇത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. അല്പനേരം അയാൾ കിടന്നു നോക്കി, പക്ഷേ പറ്റുന്നില്ല. സ്റ്റാൻലി എഴുന്നേറ്റ് ഒരു ചുരുട്ട് കത്തിച്ചു. 2-3 പുകയെ എടുത്തുള്ളൂ. പക്ഷേ ഒരിക്കലില്ലാത്ത വിധം അതിനൊരു കയ്പുണ്ടായിരുന്നു. ഒരു കുറ്റബോധം അയാളുടെ മനസ്സിനെ ഗ്രസിച്ചു. തൻ്റെ മകൾ ഇവിടെ വന്ന് ക്ഷമ പറഞ്ഞപ്പോൾ താൻ അവളെ ആശ്വസിപ്പിക്കേണ്ടതായിരുന്നു. അലീന ഉറങ്ങാൻ കിടന്നു കാണുമോ? ഇല്ല, അവൾ രോഹിത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ചെന്ന് ഒരു ഗുഡ് നൈറ്റ് പറയണം, അല്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നി. സ്റ്റാൻലി ചെന്ന് വാതിൽ തുറന്നു. പെട്ടെന്നൊരു നിമിഷം അയാൾ സ്തബ്ധനായി നിന്നുപോയി. വാതിലിനപ്പുറത്ത് ഭിത്തിമേൽ ചാരിക്കൊണ്ട് അലീന നിൽപ്പുണ്ടായിരുന്നു. നീയപ്പോ മുറിയിലേക്ക് പോയില്ലേ? അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് അത് കണ്ടപ്പോൾ വല്ലായ്മ തോന്നി. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വേണ്ട, പപ്പ എന്നോടൊന്നും മിണ്ടണ്ട. ഒരു കൊച്ചുകുട്ടിയുടെ ശാഠ്യത്തോടെ അവൾ മുഖം വെട്ടിച്ചു. മോളെ സാരില്ല, പപ്പയല്ലേ പറഞ്ഞത്. അയാൾ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് അവൾ ഏങ്ങലടിച്ച് കരയുകയാണ്. പപ്പ എന്നെ വഴക്ക് പറഞ്ഞു. അടിച്ചോ? എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ പിണങ്ങിയിരിക്കില്ലേ പപ്പ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് ആകെ സങ്കടമായി. പോട്ടെ, സാരില്ല. സ്റ്റാൻലി അവളുടെ ശിരസിൽ തലോടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അയാളുടെ കണ്ണും നിറയാൻ തുടങ്ങി. മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്